കേരളത്തിലെ യു ഡി എഫിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് യു ഡി എഫ് 102 സീറ്റുകളുമായി വിജയം കൈവരിച്ച് മുമ്പോട്ട് വന്നത്. ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച തീരുമാനമനുസരിച്ച് ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. യു ഡി എഫ് എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ പണിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തെളിവാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് യു ഡി എഫിന് നേതൃത്വം കൊടുത്ത ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്തതിൽ അതിയായ സന്തോഷം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ യു ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ചില പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പലയിടങ്ങളിലും കാണുവാൻ ഇടയായി. അതൊക്കെ തന്നെ പാർട്ടിയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വിഘാതം ഉണ്ടാക്കും എന്ന് ഞാൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചൊറ്റക്കെട്ടായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ച യു ഡി എഫിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുവാൻ കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അല്ല, അത്തരം അസ്വസ്ഥതകളൊന്നും തന്നെ ഇനിയിപ്പോൾ വിലപ്പോവില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അത് പൂർണ്ണമായി സ്വീകരിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളിൻ്റെ എതിർപ്പ് കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങൾ എന്ന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ആ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങൾ ഇതെല്ലാം കെട്ടടങ്ങും എന്ന കാര്യവും പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനവികാരത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയതാണോ? ഈ രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ മാത്രമല്ല KC ക്യാമ്പിൽ നിന്നും വലിയ അസ്വസ്ഥതകൾ പുകയുന്നു. ഈ ഓരോ ഇടങ്ങളിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഈ തുടർന്നുള്ള സർക്കാരിന്റെ പ്രവർത്തനത്തിനടക്കം വലിയൊരു വെല്ലുവിളിയാകില്ലേ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് യു ഡി എഫിൻ്റെ ശ്രദ്ധയിൽ വരുന്ന അവസരങ്ങളിൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതിന് അവസരം കിട്ടും എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവുമായി സംസാരിക്കും. അത് ഇതുവരെയും അത്തരത്തിൽ ഒരു സംസാരത്തിനുള്ള വഴി ഒരുക്കിയിട്ടില്ല. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യം വന്നാൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിലെ കാലതാമസം മന്ത്രിമാരുടെ കാര്യത്തിലുണ്ടാവും. മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാലതാമസം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
കോൺഗ്രസ്സാണ് UDF നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ UDF നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. ആ അന്തിമമായ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പ്രഖ്യാപനമുണ്ടായിട്ടുള്ളത്. അത് വലിയ കാലതാമസം ഉണ്ടായി എന്ന് മീഡിയാസ് വെച്ച് ആഘോഷിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും അതൊന്ന് നിർത്തണം എന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷ കൂടി ഞാൻ ഈ അവസരത്തിൽ വെക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും കീഴ്വഴക്കങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും തന്നെ നേതൃത്വത്തിൻ്റെ മുമ്പിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയുന്ന അവസരത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കും എന്നുള്ളതാണ്. ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കും. അല്ല, അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ കൂടാൻ പോകുന്നതല്ലേ ഉള്ളൂ. കൂടാൻ പോകുന്ന അവസരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഘടകകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയാൽ ഈ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താം എന്നുള്ളത് വിജയിച്ചു എന്നാണ് ഉയർന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അത് പല ആളുകളും പല രീതിയിലും പറയാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം UDF അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. അവർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കുന്നതാണ്, ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം ഞങ്ങൾ കേൾക്കും. അല്ല, അത്തരം ചർച്ചകളൊന്നും തന്നെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി എന്നുള്ള CM എന്നുള്ള നിലയിൽ ശ്രീ VD സതീശൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇപ്പോൾ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ്. അല്ല, അതേക്കുറിച്ച് തീരുമാനമായിട്ടില്ല. തീരുമാനങ്ങൾ എടുക്കാതെ തന്നെ മറുപടി പറയാൻ പറ്റില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. എന്തായാലും UDF അനുയോജ്യമായിട്ടുള്ള മന്ത്രിമാർ ആയിരിക്കും കടന്നു വരാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ആയിരിക്കും കേരളത്തിൻ്റെ മന്ത്രിമാരായി വരാൻ പോകുന്നത്. ഇല്ല, സമുദായ സംഘടനകളുടെ മറുപടി പറയാൻ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാൻഡേറ്റ്. അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.